ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഗറാഷ്യൻ കോളനിയാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഗറാഷിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളൊരു ചൂൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു എനിക്ക് തോന്നണത് ഒരു 2022 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ നമുക്ക് വല്ലാർപാടത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് ഒരു ഡ്രൈവർ തന്നാണ്, ഇങ്ങനെ ചാലക്കുടിയിലേക്ക് ഒന്ന് പോയിക്കോ, അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഗറാഷുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സ്പെഷ്യൽ ട്രിപ്പ് ഇട്ടിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ അന്ന് ഞാനൊരു ഡ്രൈവർ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ്മാൻ ആയിട്ടില്ല, നമ്മുടെ കൂടെ നമ്മുടെ ഓണറുണ്ട്, അപ്പോൾ ആളുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 3 മണിക്കൂറോളം അവിടെ വർക്ക് ചെയ്തിട്ട് ഇത്രയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 6 സ്പാനർ പോലും അവിടെ വിൽക്കാൻ സാധിച്ചില്ല. എല്ലാവരും പ്രൈസ് കോമ്പറ്റീഷനാണ് പറഞ്ഞത്. കോയമ്പത്തൂർ ഇത്ര എല്ലാം കോയമ്പത്തൂരുകാർ. 2 പ്രാവശ്യം ഞങ്ങൾ ഈ മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്തു. ഈ 2 പ്രാവശ്യവും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ണർ നിരാശനായി പറഞ്ഞ് നമുക്ക് ഇനി ഏരിയയിലേക്ക് വരണ്ട, നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മൾ ചെന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഓക്കെ. പിന്നെ അവർ ചാലക്കുടി തന്നെ നമ്മളെക്കാളും റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും നാളുകൾക്ക് ശേഷം പിന്നെ ആ ഏരിയയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ പാർട്ണർ വണ്ടിയിൽ വരാറില്ല, ഞാൻ ഒറ്റക്കായി. എപ്പോഴും മുൻകാല അനുഭവം കൊണ്ട് പോകാൻ നിന്നില്ല. എന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കോട്ട ഓവർബ്രിഡ്ജിൻ്റെ അടുത്തൊരു ഇതേപോലത്തെ ഒരു ഗറാഷ്യൻ കോളനി ഉണ്ട്. അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകും. അവിടെ നമുക്ക് നല്ല അക്സെപ്റ്റൻസാണ്. പക്ഷെ 2 ഇടത്തും 2 അനുഭവമായിരുന്നു. ഇപ്പോഴുള്ള കേസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടെ പോകേണ്ടി വന്നു. അതിന് കാരണം നമ്മൾ അങ്കമാലിലെ ആനന്ദാശനാണ്, ആക്സസ് ആപ്പയിലെ പുള്ളി പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലത്ത് നീ ഒന്ന് ചെല്ലട, അവിടെ ഒരു ജാക്കി കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ ഏരിയയിൽ പോയാൽ ശരിയാവില്ല, അതൊരു കോയമ്പത്തൂർ മാർക്കറ്റ് ഏരിയ ആണ്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അതിനെന്താ നീ അവിടെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വിളിച്ചു. സന്തോഷ് ആശാനായിരുന്നു, പുള്ളി ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ആശാനെ, ഞങ്ങളുടെ ക്വാളിറ്റിയൊക്കെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് തരും, പക്ഷേ നിങ്ങളുടെ ഏരിയയിലെ പ്രൈസിങ്ങായിട്ട് മാച്ചിങ് ആവാൻ സാധ്യതയില്ല, നമ്മുടെ റേറ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് അത് കുഴപ്പമില്ല വായു എന്ന് പറഞ്ഞ് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈ അനുഭവം പുള്ളിയോട് പറഞ്ഞു എല്ലാവരും കോയമ്പത്തൂർ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്കത് ധൈര്യത്തിൽ പറയാം, കാരണം അന്ന് കോയമ്പത്തൂർ മാർക്കറ്റിൽ റേറ്റ് പറഞ്ഞ് ഞാൻ തന്നെ പേടിച്ചു പോയി. ഇന്ന് എനിക്കതൊന്നൊരു കോയമ്പത്തൂർ പോകുന്ന ആൾക്കാർ അത്ര വലിയ ബുദ്ധിമാന്മാരെ എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ഗറാഷിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. നിങ്ങൾ 2000 രൂപ ലാഭിക്കാൻ വേണ്ടി കോയമ്പത്തൂർ ഒരു ദിവസം നിന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതലൂടെ നഷ്ടം ഉണ്ടാവും. എല്ലാവർക്കും അല്ല കേട്ടോ. ചിലരൊക്കെ പറയും ഞങ്ങൾ കൂടുതലായിട്ടോ അല്ലെങ്കിൽ സ്പെയർ എടുക്കാൻ പോകുമ്പോഴൊക്കെ എടുക്കും, അങ്ങനെയുള്ളവർക്ക് അത് ലാഭകരമായിരിക്കും. അല്ലാതെ ഇവിടെ നിന്ന് കാശ് കുറക്കാൻ വേണ്ടി കോയമ്പത്തൂർ ഒന്നും വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അതിൽ കൂടുതൽ നഷ്ടം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. പിന്നെ അവിടുത്തെ ക്വാളിറ്റിയൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്കറിയാം. ഇനി ക്വാളിറ്റി ഉള്ള സാധനത്തിന് കോയമ്പത്തൂർ ഒഴുകി വലിയ വില വ്യത്യാസം ഇല്ലതാണ്. എന്നിലും നമ്മൾക്ക് പുതിയൊരു മാർക്കറ്റ് തുറന്നു കിട്ടി. നമ്മൾ സന്തോഷത്തിനടുത്ത് പോയി സ്പെയർ ചാക്കി കൊടുത്ത് ഐറ്റം എടുത്തുകൊണ്ട് വന്നു, സന്തോഷമായി.